ഹലോ, വെൽക്കം ടു മാസ്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ എന്താണ് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് ഡെയിലി കേൾക്കുന്ന വേർഡാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വേർഡാണ് പ്രഷർ എന്നുള്ള കാര്യം. ഓക്കെ, ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് തിയറീസ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രഷർ. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് പ്രഷർ എന്നുള്ളൊരു കാര്യം ആണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അപ്പോൾ അതെന്താണെന്നും കൂടെ ഉള്ളൊരു കാര്യം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പ്രഷർ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ആണി എടുത്ത് നമ്മൾ ഒരു ചുമരിലേക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള സർഫേസിലേക്ക് ഇവിടെ അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ചുറ്റിക എടുത്തിട്ട് നമ്മൾ ചെറിയ തട്ടുമ്പോഴേക്കും ഈ ഒരു ആണി കയറിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കയറിപ്പോകുന്നത്? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഈ ഒരു ആണിയുടെ സ്ട്രക്ചറാണ്. അതായത് ആ ഒരു കൂർത്ത എൻഡ് കാരണമാണ് ഈ ആണി പ്രധാനമായിട്ടും കയറി പോകുന്നത്, ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ. ഇപ്പം ഇതിന്ന് നമുക്കൊരു രണ്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഒരു ഫോഴ്സ് എത്രത്തോളം കൂടുതൽ കൊടുക്കുന്ന അത്രത്തോളം വേഗത്തിൽ ഈ ഒരു ആണി ചുമരിലേക്ക് കയറിപ്പോകും. അതുകൂടാതെ തന്നെ എത്രത്തോളം ഷാർപ്പായിട്ടുള്ള ആണിയാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, ആ ഒരു ഷാർപ്പ്നെസ് കൂടുന്തോറും നമ്മുടെ ആ ഒരു പ്രഷർ കൂടാനും ആണി പെട്ടെന്ന് കയറിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു ആണി നേരെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് കയറ്റുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് അവിടെ എടുക്കേണ്ടി വരും, ഒരുപാട് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഏരിയ കൂട്ടി എന്നൊരു കാരണമാണ്. അപ്പോൾ ഏരിയ കൂടുന്തോറും ആ ഒരു പ്രഷർ കുറയാനും കൂടുതൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കൊരു എന്താണ് പ്രഷർ എന്നുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അതായത് ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് നമുക്ക് പറയാം. അതായത് ഫോഴ്സ് എത്രത്തോളം കൂടുതൽ കൊടുക്കുന്ന അത്രത്തോളം പ്രഷർ കൂടുകയും ഏരിയ എത്രത്തോളം കുറവ് കൊടുക്കുന്ന അത്രത്തോളം പ്രഷർ കൂടുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫ്ലൂയിഡുകളിൽ എങ്ങനെയാണ് ഈ ഒരു പ്രഷർ എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബീക്കറിലൂടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ നമുക്ക് അറിയാം ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു മോളിക്യൂൾസ് എല്ലാം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാട്ടർ മോളിക്യൂൾസ് ഈ ഒരു ബീക്കറിൻ്റെ എല്ലാ സർഫേസിലും, ഓക്കെ, ആ ഒരു കോണ്ടാക്റ്റുള്ള എല്ലാ സർഫേസിലും തീർച്ചയായിട്ടും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടോട്ടൽ ആയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ബീക്കറിലെ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിലെ ഒരു പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലെ പ്രഷർ തന്നെ ആയിരിക്കും മറ്റൊരു പോയിന്റിലേക്കുള്ള പ്രഷർ. അതായത് ആ ഒരു പോയിന്റിൽ ആ ഒരു മോളിക്യൂൾസ് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് തന്നെ ആയിരിക്കും വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എടുത്താലുള്ള ഫോഴ്സ്. എന്നാലൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ബീക്കറിലുള്ള വാട്ടർ നമ്മൾ ഒരു ലെയറായപ്പോൾ ഒരുപാട് ലെയേഴ്സായിട്ട് എടുത്താണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ലെയറിലെ ആ ഒരു വാട്ടറിൻ്റെ പ്രഷറിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഏറ്റവും താഴെയുള്ള ആ ഒരു ലെയറിലെ പ്രഷർ. കാരണം ഇതൊരു ലെയറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു വെയിറ്റ് മൊത്തം ഉണ്ടാകുന്നത് ഈ ഒരു താഴെയുള്ള ഭാഗത്താണ്, അല്ലെങ്കിൽ ബീക്കറിൻ്റെ താഴെയാണ് എന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബീക്കറിലെ ടോപ്പായിട്ടുള്ള ഭാഗത്തും കുറച്ച് നമ്മൾ ഒരു ഹോൾസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും താഴെയുള്ള ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ വെള്ളം പുറത്തേക്ക് വരുന്നതെന്നുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറച്ചും കൂടെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രഷറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് ഒരു ലിക്വിഡ് നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഏറ്റവും താഴെയുള്ള ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ ഒരു ലോ പ്രഷർ ഹൈ പ്രഷർ എന്നുള്ളത് കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നൈഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹൈ പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത്
ഈ ഒരു നൈഫിൻ്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പാക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നീഡിലിൻ്റെ ഭാഗങ്ങളായാലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെയും ഒക്കെ ഷൂ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ താഴെയുള്ള ഗ്രിപ്പുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് എന്തിനാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഗ്രിപ്പുകളും കാര്യങ്ങളും എന്ന് വെച്ചാൽ അത് ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകാനാണ്. ഓക്കെ, ഇനി ലോ പ്രഷർ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മഞ്ഞ് കാലത്തൊക്കെ ആ ഒരു മഞ്ഞുള്ള ഏരിയയിലൊക്കെ ഈ തരത്തിലുള്ളൊരു സ്കേറ്റിങ് കാര്യങ്ങൾ, അതായത് സാധാരണ നമ്മൾ ഒരു ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മഞ്ഞിലേക്ക് നമ്മൾ കുഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് ആ ഒരു മഞ്ഞിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മളുടെ ട്രാക്ടർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ടയേഴ്സ് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയ ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാനാണ്. അപ്പോൾ നനഞ്ഞ മണ്ണിലൂടെയൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഉള്ളൊരു കാര്യം, അതായത് ആ ഒരു ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആ ഒരു ഏരിയ കൂടുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ കുറയും എന്നുള്ളൊരു കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ട്രാക്ടേഴ്സിൽ മാത്രമല്ല, നമ്മൾ ഓഫ് റോഡായിട്ടുള്ള വാഹനങ്ങളൊക്കെ അതിൽ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ ഒരു ടയറിൻ്റെ ആ ഒരു ഡയമീറ്റർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രഷർ കുറഞ്ഞിട്ട് ഏത് വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. അടുത്തൊരു കാര്യം, നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്, അതായത് ഷോൾഡർ പാഡ്, നമ്മുടെ ബാഗിൻ്റെ ഷോൾഡർ പാഡ്. നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സാധാരണ നമ്മുടെ സിംഗിൾ ഒരു സൈഡിലേക്കുള്ള ബാഗിൽ മാത്രം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഷോൾഡറിൽ പെയിൻ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഷോൾഡറിലുമുള്ള ആ ഒരു കൂടുതൽ വീതിയുള്ള ഷോൾഡർ പാഡുള്ള ബാഗുകളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പ്രഷർ കുറയാനും നമുക്ക് അധികം വെയിറ്റ് നമ്മൾ തൂക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു വെയിറ്റ് തോന്നാതിരിക്കാനുള്ള ആ ഒരു പ്രഷർ കുറയുന്നത് കൊണ്ടാണുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ളൊരു കാര്യം. അതായത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിൽ ഉള്ള പോലെ തന്നെയുള്ള മോളിക്യൂൾസ് അതിനേക്കാളും ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗ്യാസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാസിൽ ഉള്ള മോളിക്യൂൾസ് നമ്മുടെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്യാസുകൾ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസ് തീർച്ചയായിട്ടും നമ്മുടെ എർത്തിൻ്റെ സർഫേസിൽ, നമ്മളടക്കമുള്ള ഈ ഒരു സർഫേസിൽ ഒരു ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രഷറിനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സീ ലെവലിലാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ സീ ലെവലിൽ ഉള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ ഈ ഒരു 1,1325 പാസ്കൽസ് ആണ്. ഇനി നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, പക്ഷെ നമ്മളത് അനുഭവിക്കുന്നില്ല, നമ്മൾ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടെന്ന് മനസ്സിലാകാമെന്ന് വെച്ചാൽ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൊരു കാർഡ്ബോർഡ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമഴ്ത്തി പിടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം മെല്ലെ അതൊന്ന് കൈയെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു പേപ്പർ അവിടെ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കാർഡ്ബോർഡ് കഷ്ണം അവിടെ തന്നെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത് താഴോട്ട് പോകാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് വെള്ളത്തിൻ്റെ വെയിറ്റ്, ആ ഒരു ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ആ ഒരു കാർഡ്ബോർഡ് കഷ്ണം താഴെ വീഴാതെ അല്ലെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് വരാതെ നിന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് എത്രത്തോളമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നതാണ്.